3 മാസം മാത്രം പ്രായമുള്ള കൂത്താട്ടുകുളം സ്വദേശി ധ്രുവാനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ നാടൊന്നിക്കുന്നു. മസ്കുലർ അട്രോഫി ടൈപ്പ് 1 ആണ് കുഞ്ഞു ധ്രുവാനെ ബാധിച്ചിരിക്കുന്ന മാരക രോഗം. 16 കോടി രൂപയാണ് ധ്രുവാനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുവാനായി വേണ്ടിവരിക. 3 മാസം പ്രായമുള്ള കൂത്താട്ടുകുളം സ്വദേശി ധ്രുവാനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ വേണ്ടത് 16 കോടി രൂപ. മസ്കുലർ അട്രോഫി ടൈപ്പ് 1 ആണ് ധ്രുവിനെ ബാധിച്ചിരിക്കുന്ന മാരക രോഗം. 3 മാസം മാത്രം പ്രായമുള്ള ധ്രുവാന്റെ ജീവന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുന്നത് 16 കോടി രൂപയാണ്. തങ്ങളുടെ ഏക മകൻ ധ്രുവനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ദിവസവേതനക്കാരായ മാതാപിതാക്കൾ അനന്തുവും അശ്വതിയും. 1-ാം മാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയത്. കാല് മൂവ്മെൻറ്റുകൾ ശരിക്കും കുറഞ്ഞു തുടങ്ങി. കാല് പൊക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ കാണിച്ചതിന് ശേഷമാണ് ഡോക്ടറെ കാണിച്ചത്. ആദ്യം ഡോക്ടർമാരും വലിയ രീതിയിൽ കാര്യമായിട്ട് എടുത്തില്ല. നോർമലി ശരിയാവും, ചില പിള്ളേർക്ക് അങ്ങനെ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിന്നെ സൗണ്ടിൻ്റെ ശക്തികൾ കുറേ കരയുമ്പോൾ വീക്ക്നെസ്സൊക്കെ വന്നു തുടങ്ങി. കരയുമ്പോൾ ഒച്ചയിലാണ്ടായി തുടങ്ങി. പിന്നെ കൈയുടെ മൂവ്മെൻറ്റുകളും പിന്നീട് കുറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഡോക്ടറെ കാണിച്ച് ഒരു പീഡിയാട്രിക് ന്യൂറോനെ കാണിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കോലഞ്ചേരിയിൽ MOICയിൽ കാണിച്ചു. അപ്പോൾ അങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടുന്ന് ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രകാരം ജനറ്റിക് ടെസ്റ്റ് ചെയ്തു. അത് 2-3 ആഴ്ച എടുത്തു അതിൻ്റെ റിസൾട്ട് വരാൻ. ആ റിസൾട്ട് വന്നപ്പോഴത്തേനും അവനങ്ങനെ SMA എന്ന് പറഞ്ഞ സ്പൈനൽ മസ്കുലർ അട്രോഫിയുടെ ടൈപ്പ് 1 ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അത് ബാംഗ്ലൂർ മെഡ്ജനോം എന്ന് പറഞ്ഞ ലാബിലാണ് ടെസ്റ്റ് ചെയ്തത്. അത് ഡോക്ടർ ഇങ്ങനെ സംഭവം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മെഡിസിൻ ഒന്നും ഇല്ലാണ്ട് ഒരു 4 മാസത്തോളമൊക്കെ സർവൈവൽ കാണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടർ തന്നെ അവിടുന്ന് മെഡിസിൻ അറേഞ്ച് ചെയ്തു. എൻ്റെ ഒറിജിനൽ മെഡിസിന് നല്ല കോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത് പറ്റുന്നില്ല. ഒരു ഫാമിലിനെ കൊണ്ട് അങ്ങനെ ഇത് ലൈഫ് ലോങ് കഴിക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ബോട്ടിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കുറച്ചുകൂടെ മാറ്റം വന്നു. കരയുമ്പോൾ സൗണ്ടൊക്കെ ആയി. കൈയുടെ മൂവ്മെൻറ്റുകളാണെങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് കൂടിയിട്ടുണ്ട്. കാല് പക്ഷേ പഴയ പോലെ തന്നെയാണ്. സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ കാലെന്നാലും പൊക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. പിന്നെ അതിനുശേഷം നമ്മൾ കുറേ ഹോസ്പിറ്റലുകൾ കാണിച്ചു. നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ ഒരു ജീൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പി ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് USA നിന്ന് വരുന്ന മെഡിസിൻ ആയതുകൊണ്ട് ഒരു 16 കോടി സംതിങ് രൂപയാണ് അവർ പറയുന്നത് മെഡിസിനുള്ള കോസ്റ്റ്. അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരും. ഇവനിപ്പോൾ കഴുത്തുറയ്ക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും ഇത് വേണമെങ്കിൽ അങ്ങനെയുള്ള മെയിൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപ്രകാരം ഞങ്ങൾ കുറേ ഹോസ്പിറ്റലുകൾ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും ഇതിനെക്കുറിച്ച് അവർക്ക് അറിവില്ല, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരു ഹോപ്പായിട്ടാണ് നമ്മൾ കോഴിക്കോട് മിംസിൽ ചെന്നത്. അവിടുത്തെ ഒരു ഡോക്ടർ സ്മിലു എന്ന ഡോക്ടർ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അവന് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയും കോസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം സപ്പോർട്ട് കാര്യങ്ങളൊന്നും കിട്ടില്ല, നിങ്ങൾ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 1 ആണ് ധ്രുവനെ ബാധിച്ചിരിക്കുന്നത്. ഗുരുതരവും ജീവന് ഭീഷണിയുമായ ന്യൂറോ മസ്കുലർ ഡിസോർഡറാണിത്. കുട്ടിയുടെ കാലുകളുടെ ചലനം കുറഞ്ഞു വന്നതോടെയാണ് പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് രോഗം തിരിച്ചറിഞ്ഞത്. തുടർന്ന് ആസ്റ്റർ ഉൾപ്പെടെ വിവിധ ആശുപത്രികളിൽ പരിശോധന നടത്തി. നിലവിൽ റെസിഡിപ്ലാം എന്ന മരുന്നാണ് നൽകുന്നത്. ചെറിയൊരു മാറ്റം പ്രകടമാണെങ്കിലും ജീൻ തെറാപ്പി ആരംഭിക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ധ്രുവാന്റെ ജീവൻ രക്ഷിക്കുവാൻ സാധ്യതയുള്ള മരുന്ന് വിദേശത്തു നിന്നും എത്തിക്കണം. ജീൻ തെറാപ്പി കുട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം, മോട്ടോർ പ്രവർത്തനം, അതിജീവനം എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് ഡോക്ടർമാർ പറയുന്നു. കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരാണ് അനന്തുവും ഭാര്യയും. അശ്വതി പ്രസവത്തെ തുടർന്ന് വിശ്രമത്തിലാണ്. അനന്തുവിന്റെ ചെറിയ വരുമാനം കൊണ്ട് ദൈനംദിന ചികിത്സ പോലും മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കുട്ടിയുടെ ചികിത്സയ്ക്കായി കൂത്താട്ടുകുളം നഗരസഭയിൽ യോഗം ചേർന്ന് അനൂപ് ജേക്കബ് MLA, നഗരസഭാ ചെയർമാൻ റെജി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. സഹായം നൽകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന QR കോഡിലോ അക്കൗണ്ട് നമ്പറിലോ പണം നൽകാവുന്നതാണ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.